നിർമ്മലരിൽ കനിയും നിർമ്മലനാം ദേവാ, ഞങ്ങൾക്കെന്നും നൽകണമേ നിർമ്മല ഹൃദയം. നിൻ പ്രീതിക്കെതിരാം പാഴാം ചിന്തകളും ദുഷ്ടവികാരവുമെങ്ങളിൽ നിന്നൊഴിവാക്കണമേ. നിനുപയിലെന്നോണം ഞങ്ങളിലലിയണമേ. വിമുഖത പാപികളാമിവരിൽ കാട്ടിയിടരുതേ. അൻപുടയോനേ, നിൻ വാതിലടച്ചെന്നാൽ മുട്ടി വിളിപ്പാനില്ലയോ മറ്റൊരു വാതിൽ. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാണ്. ഞാൻ എൻ്റെ സഹോദര തുല്യം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വന്ദ്യനായ തോമസ് മാത്യുച്ചൻ, എംഹസ്റ്റ് സെന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ഇടവകയിലെ ഭാരവാഹികൾ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യമുള്ള സഹോദരങ്ങളെ, തൃത്വനാമത്തിൽ സ്നേഹവന്ദനം. പരിശുദ്ധ മൂന്ന് നോമ്പിന്റെ ശ്രേഷ്ഠമായ ആദ്യ ദിവസത്തിൽ നമ്മളായിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ സമയം 8:30 ആകാറായി. ഇവിടെ പ്രഭാത നമസ്കാരം കഴിഞ്ഞപ്പോൾ അവിടെ ശയന നമസ്കാരം നടത്തി. അതായത് ഞാൻ രസാവഹമായിട്ട് ഓർക്കുന്ന കാര്യം, ഭാഷകളിൽ വ്യത്യസ്തത, ടൈം സോൺ വ്യത്യസ്തത. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇത്രത്തോളം വ്യത്യസ്തതകളാണ് നമ്മൾ വരുന്നത്. ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഓരോ ദിവസത്തെ കാര്യങ്ങൾക്ക് വേണ്ടി വിവിധ ജോലി കാര്യങ്ങളിൽ ഏർപ്പെടുന്നു, പഠന കാര്യങ്ങളിൽ ഏർപ്പെടുന്നു. ഈ ജോലിയും പഠനവും സമ്പാദ്യങ്ങളും ഒക്കെ ഈ ലോകത്തിന്റെ ഒരു സ്പെഷ്യൽ ഫീൽഡ് ഉണ്ട്. നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാറുണ്ട്. സാധാരണ പഠിക്കുന്ന പിള്ളേർക്ക് അറിയാം മാഗ്നറ്റിക് ഫീൽഡ്. അതോടൊപ്പം നമുക്ക് ആവശ്യം അതിനേക്കാൾ ഉപരിയായി എന്ന് വെച്ചാൽ ഒരു നിശ്ചിത പരിധി കഴിഞ്ഞാൽ, ബൗണ്ടറി കഴിഞ്ഞാൽ ആ മാഗ്നറ്റിക് ഫീൽഡ് ഇൻവാലിഡ് ആയിത്തീരും. പിന്നെ അതുകൊണ്ട് പ്രസക്തമല്ല. ഒരു ഡിവൈൻ മാഗ്നറ്റിക് ഫീൽഡ് അത് നമുക്കുണ്ടാകണം. ഡിവൈൻ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഹൃദയത്തിനപ്പുറമായി, ചിന്താധാരകൾക്കപ്പുറമായി ദൈവവുമായി നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒരു ദിവ്യമായ ഒരു അനുഭവം. നമ്മളെല്ലാവരും ഓർത്തോണം, എത്രമാത്രം ദൂരത്തിലായിരുന്നാലും, അതായത് നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, രാജ്യങ്ങൾക്കപ്പുറം, ഭൂഖണ്ഡങ്ങൾക്കപ്പുറമായിരുന്നാലും നമ്മളെ എല്ലാം ചേർത്ത് നിർത്തുന്ന ഒരു ഡിവൈൻ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ ഡിവൈൻ മാഗ്നറ്റിക് ഫീൽഡ് നമ്മളുടെ ആത്മീയതയെ ശക്തീകരിക്കുന്നതാണ്. ഈ പ്രാർത്ഥിക്കാനും ദൈവത്തെ വിളിക്കാനും ഒന്നും നമുക്ക് എപ്പോഴും ഒരു ഒരേപോലെയുള്ള മനസ്സ് തോന്നിയെന്ന് വരത്തില്ല. ചിലപ്പോൾ അത് തീവ്രമായി ദൈവത്തോട് അടുക്കാൻ തോന്നും. ചില സമയത്ത് ഒരു സങ്കീർത്തനം പോലും വായിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മൾ വചനം കേൾക്കുന്നത് അലക്ഷ്യമായിട്ടായിരിക്കാം, വേദപുസ്തകം വായിക്കുന്നത് താല്പര്യമില്ലാതായിരിക്കാം. പ്രാർത്ഥിക്കാൻ താല്പര്യമില്ലാത്ത തലങ്ങളൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില സമയത്തെങ്കിലും ഉണ്ടാകാം. പക്ഷെ നമ്മൾ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രാർത്ഥിക്കാൻ എപ്പോൾ മനസ്സ് തോന്നുന്നുവോ, പ്രേരണ ഉണ്ടാകുന്നുവോ, ആ സമയത്ത് പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് മോഡേൺ സയൻസ് പഠിപ്പിക്കുന്നത്. നമുക്കൊക്കെ എല്ലാവരും നമ്മൾ പറയും, ഇമോഷണൽ കോഷ്യന്റിനെ കുറിച്ച് പറയും, സോഷ്യൽ കോഷ്യന്റിനെ കുറിച്ച് പറയും, IQ ഇന്റലിജൻസ് കോഷ്യന്റിനെ കുറിച്ച് പറയും. പക്ഷെ അതിനൊക്കെ അപ്പുറമായിട്ടൊരു സ്പിരിച്വൽ കോഷ്യന്റ് നമ്മുടെയൊക്കെ മനസ്സിലും ഹൃദയത്തിലും ഉണ്ടാകണം. അതായത് നമ്മളുടെ തലച്ചോർ, ബ്രെയിനിൽ ഒരു പ്രത്യേക സ്പോട്ടുണ്ട്. അതിന് ഗോഡ് സ്പോട്ട് എന്ന് പറയും. ഈ ഗോഡ് സ്പോട്ട് വൈബ്രേറ്റ് ചെയ്യണം. കാരണം ചില കാര്യങ്ങളൊക്കെ ഒന്ന് വൈബ്രേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. അതുപോലെ നമ്മളുടെ ജീവിതത്തിലെ ഓർത്തോണം, പ്രാർത്ഥിക്കാൻ ഇത്തരത്തിലുള്ള കുടിവരവുകൾ, ഇത്തരത്തിലുള്ള സംഗമങ്ങൾ, പ്രാർത്ഥനകൾ, വചന കേൾവികൾ, ഒരു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ സ്പിരിച്വൽ കോഷ്യന്റ്, അതായത് നമ്മുടെ ഗോഡ് സ്പോട്ടിനെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യുന്നതാണ്.
അതിനെ ഒന്ന് വൈബ്രേറ്റ് ചെയ്തതാണ്. ആ ഒരു സ്പിരിച്വൽ വൈബ്രേഷന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ സാധിക്കണം. ഈ നൊയമ്പെന്ന് പറയുന്നത് ആ രീതിയിലുള്ള ഒരു ദിവ്യമായ അനുഭവമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കാനൂനിക നൊയമ്പുകളിൽ, കാനൂനിക്കൽ ലെൻസിന് യഥാർത്ഥത്തിൽ ഏറ്റവും ചെറിയ നൊയമ്പാ 3 നൊയമ്പ്. കാരണം 3 ദിവസം മാത്രമേ ഉള്ളൂ. പഴയ കാലത്ത് പറയും, ഒരു നൊയമ്പും നോക്കാൻ സാഹചര്യമില്ലാത്തവൻ വലിയ നൊയമ്പും 3 നോമ്പുമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നോക്കിയിരിക്കണം. എന്ന് വെച്ചാൽ മറ്റു നോമ്പുകൾ നോക്കണ്ട എന്നല്ല. പക്ഷെ ഒരു വിശ്വാസി ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ലാത്ത നൊയമ്പുകളാണ് 3 നൊയമ്പും 50 നൊയമ്പും. 3 നോമ്പിന്റെ ഒരു പ്രത്യേകത നമുക്കൊക്കെ അറിയാവുന്നത് പോലെ അത് യോനാ പ്രവാചകനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. നിനുവ ദേശവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഇവിടെ യോനാ പ്രവാചകൻ വലിയ പ്രസംഗങ്ങൾ നടത്തിയതായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല. യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ ആകെ 4 അധ്യായങ്ങൾ മാത്രമാണുള്ളത്. ഈ 4 അധ്യായത്തിൽ യോനാ പ്രവാചകന്റെ സംഭാഷണമായിട്ട് പുറത്തേക്ക് വരുന്നത് അദ്ദേഹം തർസൂസിലേക്ക് ഒളിച്ചോടി പോകുമ്പോൾ ആ കപ്പലിൽ വെച്ച് ആ കപ്പൽക്കാരോട് സംസാരിക്കുന്ന സംസാരം. പിന്നീട് മത്സ്യത്തിന്റെ വായിൽ നിന്ന് വെളിയിൽ വന്ന് ആ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. പിന്നീട് ജനങ്ങളോട് അദ്ദേഹം പ്രസംഗിക്കുന്ന പ്രസംഗം എന്ന് പറയുന്ന ആകെ ഒറ്റ വാക്യമുള്ളൂ, 40 ദിവസം, ഇന്നേക്ക് 40 ദിവസം കഴിഞ്ഞാൽ ദൈവം നിനിവയെ നശിപ്പിക്കും. അവിടെ മറ്റു ക്ലോസ് ഒന്നും പറയുന്നില്ല, ഒരു കണ്ടീഷണൽ ക്ലോസും പറയുന്നില്ല. നിങ്ങൾ അനുദപിച്ച് തിരിയണമെന്നോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കണമെന്നോ നിങ്ങൾ വേദപുസ്തകം വായിക്കണമെന്നോ അല്ലെങ്കിൽ ഇതൊന്നും പറയുന്നില്ല. ആകെപ്പാടെ പറയുന്നത് 40 ദിവസം കഴിഞ്ഞാൽ ദൈവം ഈ പട്ടണത്തെ നശിപ്പിക്കും, ദൈവം ഈ പട്ടണത്തെ ഇല്ലായ്മയാക്കും. അത്രയും മാത്രമേ പറയുന്നുള്ളൂ. പിന്നീട് അനുതാപവുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കുന്നത് രാജാവിന്റെ വാക്കുകൾ. പിന്നെ നമ്മൾ യോനായെ കാണുന്നത്, യോന അതിനുശേഷം കിഴക്കു ഭാഗത്ത് ഒരു മലമുകളിൽ ചെന്ന് ഒരു ചെറിയ കൂടാരമടിച്ച് ഒരു ചെറിയൊരു കുടില് കെട്ടി അവിടെ പാർക്കുന്ന യോനായെ, അവിടെ ദൈവവുമായിട്ട് ഒരു ഡിസ്കോഴ്സ് നടത്തുകയാണ്. ഒരു സ്പെഷ്യൽ ഡിസ്കോഴ്സ് ആണ് യോന നടത്തുന്നത്. പരാതിപരമായ ഒരു ഡിസ്കോഴ്സ് നടത്തുന്ന യോനായെ നമ്മൾ കാണുന്നു. അപ്പൊ ചുരുക്കത്തിൽ യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ യോനയുടേതായിട്ടുള്ള ഉപദേശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് വളരെ ചുരുക്കം. ഒരേ ഒരു വാചകം മാത്രമേ പറയുന്നുള്ളൂ, 40 ദിവസം കഴിഞ്ഞാൽ ദൈവം ഈ പട്ടണം നശിപ്പിക്കും. ദൈവം യോനായോട് പറയുന്നു, യോനായെ, നീ എന്റെ സുവിശേഷവുമായിട്ട് മഹാനഗരമായ നിനുവായിലേക്ക് പോകണം. പക്ഷെ യോന തയ്യാറാകുന്നില്ല. കാരണം നിനുവായുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ പാപത്തിന്റെ അധീനതയിൽ ജീവിച്ചിരുന്ന ഒരു വിഭാഗമാണ് പ്രത്യേകിച്ച് അന്നത്തെ കാലത്തെ നിനുവായിൽ ഉണ്ടായിരുന്നത്. കാരണം രൂപാന്തരപ്പെടാത്ത ജനം, ദൈവസന്നിധിയിൽ വരെ അവരുടെ പാപത്തിന്റെ ശബ്ദം ഉയർത്തപ്പെട്ട ജനം, അപ്പൊ ദൈവത്തിൽ നിന്ന് മാറി ജീവിച്ച ജനം. നമ്മളൊക്കെ ഓർക്കും യോനാ പ്രവാചകൻ പോകാതിരുന്നത് എന്തുകൊണ്ടാണ്? ഒരുപക്ഷെ ദൈവത്തോടുള്ള ഇഷ്ടക്കേട് കൊണ്ടാണ്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലോബുക്കായ തൽമൂദിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, നീതിമാന്മാരും പ്രവാചകന്മാരുമായിട്ടുള്ള ആൾക്കാര് പോകാൻ പാടില്ലാത്ത കുറെ സ്ഥലങ്ങളുണ്ട്. അതായത് അനീതി വിളയാടുന്ന സ്ഥലത്ത് പോകരുത്, അശുദ്ധി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് പോകരുത്. അങ്ങനെയുള്ള സ്ഥലത്ത്, അനീതിയുള്ള സ്ഥലത്ത്, അശുദ്ധി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് കാലുകൾ സ്പർശിക്കുന്ന ഒരു പ്രവാചകനാണെങ്കിലും നീതിമാനാണെങ്കിലും അവൻ ദേവാലയത്തിൽ പ്രവേശിപ്പാൻ യോഗ്യനല്ല എന്നുള്ള ഒരു പ്രമാണം അന്നത്തെ കാലത്തുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ യഹൂദന്മാരുടെ കഠിനമായ നിയമപുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ യോനായ്ക്ക് അറിയാം, നിനുവാക്കാരെ സംബന്ധിച്ചിടത്തോളം മഹാപാപികളാണ്, കൊള്ളരുതാത്തവരാണ്, തനിക്ക് സുരക്ഷിതത്വമില്ല. ഇനിയും ഒരുപക്ഷെ താൻ സുവിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ വചനം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ജനങ്ങൾ മേ ബി രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ നീ ഞങ്ങളോട് കള്ളത്തരം പറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അപായപ്പെടുത്തുമെന്നൊക്കെയുള്ള ചിന്താധാര യോനയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം യോന അവിടെ നിന്ന് മാറി തർസൂസിലോട്ട് പോകാനുള്ള കപ്പലിൽ കയറിയത്. ഞാൻ ഈ ഇന്നത്തെ ധ്യാനത്തിൽ 2 കൊച്ചു ചിന്തകളാണ് നിങ്ങളുടെ മുൻപാകെ വെക്കുന്നത്. അതിലൊന്നാമത്തെ ഒരു കാര്യം, അതായത് യോന തർസൂസിലോട്ട് പോകുവാൻ തക്കവണ്ണം നമ്മൾ യോന പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം, യോന ചാപ്റ്റർ 1 വേഴ്സ് 3. യോന അതായത് കൂലി കൊടുത്ത് ടിക്കറ്റ് വാങ്ങി യോന പോകുകയാണ്. അപ്പോൾ ഇതിനൊരു പാരലായിട്ടൊരു ചിന്തയുണ്ട്. യഥാർത്ഥത്തിൽ യോന കാശ് കൊടുത്ത് ടിക്കറ്റ് വാങ്ങി സമയം കണ്ടെത്തി തർസൂസിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് അതിൽ കയറുകയാണ്. യഥാർത്ഥത്തിൽ ഗോഡ് ഗിവൺ ടിക്കറ്റ് യോനയ്ക്ക് ഓൾറെഡി ദൈവം തമ്പുരാൻ ഫിക്സഡ് ആയിട്ട് കൊടുത്തതാണ്. നിനുവായിലേക്ക് പോകുന്ന ഒരു കപ്പൽ ദൈവം തമ്പുരാൻ കണ്ട് യോനായ്ക്ക് നൽകിയ ഒരു ടിക്കറ്റ് ഉണ്ടായിരുന്നു, ഒരു സീറ്റ് ഉണ്ടായിരുന്നു.
പക്ഷെ അതിനെയൊക്കെ വിട്ടുകൊണ്ടാണ് യോന ഇപ്പോൾ മറ്റൊരു സ്ഥലത്തോട്ട് പോകാൻ സ്വന്തമായി കാശ് കൊടുത്ത് ടിക്കറ്റ് വാങ്ങുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു വലിയൊരു രഹസ്യാത്മകത അതിൻ്റെ അകത്തുള്ളത്. ദൈവം തമ്പുരാൻ ജീവിക്കുവാൻ വേണ്ടി എനിക്കും നിങ്ങൾക്കും നൽകിയ അവസരം എന്ന് പറയുന്നത് വലുതാണ്. സാഹചര്യങ്ങൾ വലുതാണ്. ദൈവം തമ്പുരാൻ തന്ന ജന്മം വലുതാണ്. നമ്മളൊക്കെ ജനിച്ചു വീണപ്പോൾ അതാണാന്നോ പെണ്ണാന്നോ നമുക്കറിയത്തില്ല. ആ ഒരു ജെൻഡർ ഡിഫറൻസ് നമുക്കറിയത്തില്ല. മാതാപിതാക്കളെ നമുക്കറിയത്തില്ല. സഹോദരങ്ങളെ നമുക്കറിയത്തില്ല. ഏത് പ്രദേശത്ത് ജനിച്ചു എന്നറിയത്തില്ല. അതായത് ഗ്രാജ്വലി നമ്മൾ മനസ്സിലാക്കുകയായിരുന്നു, നമ്മൾ ആണാണ്, നമ്മളുടെ അപ്പനും അമ്മയും ഇന്ന ആളാണ്, നമ്മൾ ഇന്ന കുടുംബത്തിലാണ് ജനിച്ചത്, ഇന്ന സ്ഥലത്താണ് ജനിച്ചത്. ഇതൊക്കെ നമ്മൾ കാലക്രമേണ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങൾ, നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. എന്നാൽ കാലക്രമേണ ദൈവം തമ്പുരാൻ എനിക്കും നിങ്ങൾക്കും നൽകേണ്ടതൊക്കെ നൽകി. കുടുംബം നൽകി, സമൂഹം നൽകി, അവസരങ്ങളൊക്കെ വലിയവനായ ദൈവം നമുക്ക് നൽകി. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രത്യേകിച്ച് ഓർക്കേണ്ട കാര്യമാണ്, ഈ ഭൗതികമായ ലോകത്ത് പാപം നിറഞ്ഞു അല്ലെങ്കിൽ തിന്മകൾ ഒത്തിരിയുള്ള ഈ ലോകത്ത് ദൈവം ഇത്രയേറെ അവസരങ്ങൾ എനിക്കും നിങ്ങൾക്കും തന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കോ. നിങ്ങളെയൊക്കെ USA എത്തിച്ചു. എല്ലാവരും ഒരുപോലെ വിദ്യാസമ്പന്നരൊന്നും ആയിരുന്നില്ല. ആദ്യ സാഹചര്യങ്ങളിലൊക്കെ ഒരു ഫസ്റ്റ് ഫേസ് ഉണ്ട് എല്ലാത്തിനും. ആ ഒരു പ്രൈമോഡിയൽ ഫേസിൽ അനുഭവിച്ച നൊമ്പരങ്ങൾ നേരിട്ടിട്ടുള്ളവർക്കറിയാം. ഒരിക്കലും സ്വപ്നം കാണാത്ത സ്ഥലത്ത്, ഭാഷ അറിയാത്ത നാട്ടിൽ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു കൾച്ചറുമായി താരതമ്യപ്പെടുത്താൻ പറ്റാത്ത ആളുകളുടെ ഇടയിൽ നിങ്ങൾ അവിടെ പോയേക്കുമായിരുന്നു. ദൈവം തമ്പുരാൻ കാലക്രമേണ ഇത്രത്തോളം ഒക്കെ നടത്തി. മക്കളെ കണ്ടു, കൊച്ചുമക്കളെ കണ്ടു, അല്ലെങ്കിൽ ജീവിത പങ്കാളികളെ ദൈവം നിങ്ങൾക്ക് തന്നു. ഈ ഭൗതിക ലോകത്ത് ദൈവം ഇത്രത്തോളം സൗകര്യങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ഇനി വരുവാനുള്ള ലോകത്ത് ദൈവത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ആരാധിക്കുന്ന രാജ്യത്ത് ദൈവം എന്തൊക്കെ തരുമെന്ന് എനിക്ക് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഹൃദയത്തിൽ എപ്പോഴും പ്രാർത്ഥനയോടുകൂടി ഓർത്തോണം, ദൈവം എനിക്ക് തന്ന അവസരങ്ങൾ, ചാൻസസ്, അതൊരു ഡിവൈൻ ചാൻസസ് ആണ്, ഒരു സ്വർഗീയമായ അനുഭവമാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക തിയോളജി ഉണ്ട്. അതായത് ബർഡൻ ഓഫ് ട്രിനിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ബർഡൻ ഓഫ് ട്രിനിറ്റി എന്ന് പറയുന്നത്, നമ്മുടെ കർത്താവ് ക്രൂശിന്മേൽ മരിച്ചു. ക്രൂശിന്മേൽ മരിച്ചപ്പോൾ കർത്താവിന്റെ കൈകളിലും കാലുകളിലും ഒക്കെ ആണി അടിച്ചു കയറ്റി. അവന്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തി. ഈ വേദന പുത്രൻ തമ്പുരാൻ മാത്രമല്ല അനുഭവിച്ചത്, മറിച്ച് പുത്രനേറ്റ വേദന പിതാവും പരിശുദ്ധാത്മാവും കൂടി അനുഭവിച്ചത്. അതായത് കർത്താവിന്റെ ക്രൂശിത മരണത്തിൽ പോലും, ആ വേദനയുടെ അനുഭവ സമയത്ത് പോലും, അത് നമ്മൾ പറയത്തില്ലേ വൈക്കേറിയസ് സഫറിങ്സിന്റെ ആ ടൈമിൽ പോലും പിതാവും പരിശുദ്ധാത്മാവും മാറി നിൽക്കുന്നില്ല, അവർ ഒരുമിച്ച് നിൽക്കുകയായിരുന്നു. ആ വേദനകൾ ഒരുമിച്ചാണ് എടുത്തത്. ആയതുപോലെ ജീവിതത്തിൽ നിങ്ങൾ ഞാനും ചിന്തിക്കേണ്ട ഒരു വലിയ കാര്യമാണ്, നമുക്ക് ദൈവം ഒരു അവസരങ്ങൾ തന്നപ്പോൾ, ഒരു ചാൻസ് തന്നപ്പോൾ, ആ ചാൻസ് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. നിങ്ങൾ അനുഭവിക്കുന്ന നൊമ്പരങ്ങൾ അത് പരസ്പരം എല്ലാവരും പങ്കുവെക്കുവാനുള്ളതാണ്. ഇവിടെ നമ്മളുടെ ആ ചിന്താധാരയുടെ ആ കോർ പോയിന്റിലോട്ട് നോക്കുമ്പോൾ ദൈവം തന്ന ഒരു ടിക്കറ്റ്, ആ ഡിവൈൻ ടിക്കറ്റ് ഈസ് ഈക്വലന്റ് ടു ഗോൾഡൻ ചാൻസ്. ആ ചാൻസിന് പകരമായി മറ്റു പല ചാൻസസ് നമ്മൾ തേടുന്നുണ്ട്. ആ മറ്റു പലതിന്റെയും പിന്നാലെ നമ്മൾ പോകുന്നുണ്ട്. എനിക്കിതല്ല ആവശ്യം. നമ്മളുടെ പ്രെജുഡൈസ്ഡ് മെന്റാലിറ്റി ഉണ്ട്, ഞാൻ ഇന്നടത്ത് പോയാലേ രക്ഷപ്പെടും. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഇന്നടത്ത് പോയാലേ രക്ഷപ്പെടുമെന്നൊന്നുമില്ല. ഇന്ന സാഹചര്യത്തിൽ എത്തിയെങ്കിലേ രക്ഷപ്പെടുമെന്നുമില്ല. ജീവിത സാഹചര്യത്തിൽ ഓർത്തോണം, അഗ്നിച്ചൂളയിൽ വീണ 3 പിള്ളേരെ, ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോയെയും എന്റെ ദൈവം രക്ഷപ്പെടുത്തിയത് ഓർത്തോണം, തീ കെടുത്തിയിട്ടല്ല. അഗ്നിച്ചൂളയിൽ സിംഹക്കുഴിയിൽ വീണ ദാനിയേലിനെ ദൈവം രക്ഷപ്പെടുത്തിയത് സിംഹത്തെ കൊന്നിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ചിന്തിച്ചോണം, നമ്മൾ പ്ലാൻ ചെയ്യുന്ന നമ്മളുടെ പ്രോജക്റ്റുകൾക്ക് അപ്പുറമായ ഒരു പ്രോജക്റ്റ് അത് ദൈവത്തിന് നമ്മളെ സംബന്ധിച്ചുണ്ട്. പക്ഷെ ഇന്ന രീതിയിൽ കൂടെ തന്നെ നടക്കണമെന്നില്ല. ഇന്ന് ജോലി ചെയ്ത് ഇത്ര രൂപ സാലറി കിട്ടണം, അല്ലെങ്കിൽ ഇന്ന ബിസിനസ് വിജയിക്കണം, അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റണം. ചിലപ്പോൾ രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ വരുമ്പോൾ പറ്റിയെന്ന് വരത്തില്ല, പ്രതിസന്ധികൾ വരുമ്പോൾ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് ഒറ്റ കാര്യം ഹൃദയത്തിൽ എപ്പോഴും ഓർക്കേണ്ടത്, നമ്മൾ സ്വപ്നം കാണുന്നത് ഒന്നുമല്ല ദൈവത്തിന്റെ പദ്ധതി. അതിനപ്പുറമായി സ്വർഗത്തിലെ ദൈവത്തിന് ഒരു വലിയ പദ്ധതിയുണ്ട്. ആ പദ്ധതി, അതായത് ഡിവൈൻ പ്ലാൻ ആൻഡ് ഡിവൈൻ പ്രോജക്റ്റ്, അത് നിറവേറുന്ന ഒരു അനുഭവമായി നമ്മുടെ ജീവിതം വർദ്ധിക്കണം. സങ്കീർത്തനക്കാരൻ അതുകൊണ്ടാണ് പറഞ്ഞത്, എന്റെ ദൈവം കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ എനിക്ക് ഉത്തരം അരുളുന്നു. എന്റെ ദൈവം കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ എനിക്ക് ഉത്തരം അരുളുന്നു. പ്രിയപ്പെട്ട തോമസ് മാത്യു അച്ഛൻ ആമുഖമായി പറഞ്ഞപ്പോൾ എന്റെ ആ ദേവാലയത്തിന്റെ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഈ കാട്ടുപോത്തിനെ കുറിച്ച് ഞാൻ നേരത്തെ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ.
പ്രത്യേകിച്ച് അതെന്താ പറയുന്നത്, അതിന്റെ കൊമ്പുകളൊക്കെ വളഞ്ഞിരിക്കും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ കൊടപ്പന പ്രദേശത്ത് ചെന്നപ്പോഴാണ് കാട്ടുപോത്തിനെ നേരിട്ട് കണ്ടത്. ഈ കാട്ടുപോത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതൊരു പ്രത്യേക രീതിയിൽ വളഞ്ഞിരിക്കുന്ന അതിന്റെ ഹോൺസ്, അത് പ്രത്യേക കൊമ്പുകളാണ്. അതിന്റെ മുമ്പിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ശക്തി എന്ന് പറയുന്നത് അത് ഭയങ്കരമാണ്. നമ്മളുടെ ഒരു അസംഷൻ അപ്പുറമായ പവർ അതിനുണ്ട്. അതിന്റെ മുമ്പിൽ ചെന്ന് പെട്ടിട്ട് എൻ്റെ ബോംബുണ്ട്, മറ്റേതുണ്ട്, മറിച്ചേതുണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അത്രമാത്രം വളഞ്ഞിരിക്കുന്ന സ്ട്രോങ് ആയ ആ കൊമ്പിന്റെ ഗട്ടയിൽ പെട്ടാലും ദൈവം എനിക്ക് ഉത്തരമരുളും. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കട്ടെ, ഈ പ്രഭാതത്തിൽ സൂചിപ്പിക്കട്ടെ, രക്ഷയില്ലാത്ത അതിവേദനയുടെയോ നൊമ്പരത്തിന്റെയോ പ്രതിസന്ധിയുടെയോ ഏത് വേദനയിൽ നിങ്ങളായിരുന്നാലും, ഇനിയും രക്ഷയില്ല എന്നുള്ള രീതിയിൽ അതിന്റെ ഒരു ലാസ്റ്റ് സോണിൽ നിങ്ങൾ പോയാലും, അതായത് നമ്മൾ പറയത്തില്ലയോ, ഈ ഒരു ഹൊറിസോൺ ഉണ്ട്, ആ ഹൊറിസോണിന്റെ ഏറ്റവും അങ്ങ് അറ്റത്തെ പോളിൽ നിങ്ങൾ പോയിരുന്നാലും ദൈവം നിങ്ങളെ തേടി വരും. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എവിടെ ഒറ്റപ്പെട്ടാലും ദൈവം തമ്പുരാൻ നമ്മളെ തേടി വരും. അപ്പോക്രീഫൽ പുസ്തകങ്ങളിൽ ദ പ്രെയർ ഓഫ് ഡാനിയേൽ ഇൻ ദ ഡെൻ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ദ പ്രെയർ ഓഫ് ഡാനിയേൽ ഇൻ ദ ഡെൻ അപ്പോക്രീഫൽ ഗ്രന്ഥങ്ങളിലെ ഒരു ശ്രേഷ്ഠമായ പുസ്തകമാണ്. അതിൻ്റെ അകത്തൊരു കാര്യം പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ദാനിയേൽ സിംഹക്കുഴിയിലായി. അപ്പൊ ആ സിംഹക്കുഴിയിലായി കഴിഞ്ഞപ്പോൾ നമുക്കെല്ലാം പേടി, അയ്യോ സിംഹം കൊന്നുകളയും. സിംഹം പട്ടിണിയായിരുന്നു. പക്ഷെ സിംഹത്തിന് ദാനിയേലിനെ വേണ്ട. ദൈവത്തിന്റെ ഒരു അരുളപ്പാടുണ്ടായി. സിംഹത്തോട് പറഞ്ഞു, സിംഹമേ, എല്ലും തോലുമായി ഈ മനുഷ്യനെ കഴിച്ച് നിന്റെ വിശപ്പടക്കണ്ട. നാളെ പ്രഭാതത്തിൽ ശക്തരായ ഭക്ഷണം, നല്ല ഭക്ഷണം ഞാൻ നിനക്ക് നൽകിക്കൊള്ളാം. അപ്പോൾ സിംഹത്തിന് വിശപ്പ് അനുഭവപ്പെട്ടില്ല. സിംഹം കഴിക്കാതിരുന്നതിന് കാരണം ഈ വന്യമൃഗങ്ങളുടെ പ്രത്യേകത എന്താ? വലിയ വിശപ്പില്ലെങ്കിൽ അത് കഴിക്കത്തില്ല. അതിന്റെ മുമ്പിലോട്ട് ചെന്ന് നിന്നാലും സിംഹവും കടുവയും ഒന്നും കഴിക്കത്തില്ല. അതുപോലെ ദാനിയേൽ മുമ്പിൽ ചെന്ന് നിന്നിട്ടും അതിന് വേണ്ട. അതിന് നല്ല ഭക്ഷണം കിട്ടാനുണ്ട്. അതായത് ഗുണമില്ലാത്ത ചെറിയ ഭക്ഷണം കഴിച്ച് നല്ല ഭക്ഷണം കഴിക്കാനുള്ള ആ ചാൻസ് കളയണ്ട. ആ ഉള്ളപ്പാട് ദൈവത്തിന് കൊടുത്തു. അതോടൊപ്പം തന്നെ ദാനിയേലിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രയർ, രാജാവിന്റെ സിംഹങ്ങളാണ്, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന സിംഹങ്ങളാണ്. അപ്പൊ അതിന്റെ രോമങ്ങൾക്ക് പോലും ഒരു സുഖമുണ്ട്. അപ്പൊ ദാനിയേൽ ആ സിംഹങ്ങളെയും കൂടെ ചാരി നിന്നുകൊണ്ട് സുഖകരമായ ഒരു പ്രാർത്ഥന എല്ലാം മറന്ന് നടത്തി. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ ആലോചിച്ചു കൊള്ളണം. പല ചാൻസസ്, പല പ്രോജക്റ്റുകൾ തേടി നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുക, ദൈവത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുക. അപ്പൊ ചിന്തിക്കേണ്ട ഒരു വലിയ കാര്യം, എന്റെ സർവശക്തനായ ദൈവമേ, നീ തന്ന അനുഭവങ്ങളൊക്കെ വലുതാണ്. എല്ലാ വാതിലും അടഞ്ഞാലും ആരെന്നോടുകൂടി ഇല്ലെങ്കിലും, ഞാൻ ഒറ്റപ്പെട്ടു പോയാലും, അതായത് ഇൻ ദ സ്റ്റാറ്റസ് ഓഫ് മൈ ഏലിയനേഷൻ, ഇൻ ദ സ്റ്റാറ്റസ് ഓഫ് മൈ സെപ്പറേഷൻ, എന്റെ ദൈവം നിങ്ങളോടൊപ്പമുണ്ട്. ആ ദൈവത്തെ കാണുവാനും മനസ്സിലാക്കുവാനും സാധിക്കണം. ദൈവം എനിക്ക് തന്ന ടിക്കറ്റ് എന്താണ്? എന്റെ ദൈവം തന്ന ടിക്കറ്റ് അത് ഏത് രീതിയിൽ ഞാൻ വിനിയോഗിച്ചു? പലപ്പോഴും പ്രിയമുള്ളവരെ, ദൈവം നമ്മൾക്ക് ഓഫർ ചെയ്ത ചില ടിക്കറ്റുകൾ നമ്മൾ ഇപ്പോഴും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ചിലപ്പോൾ നമ്മൾ സ്ക്രാച്ച് ആൻഡ് വിൻ കാർഡുകൾ കണ്ടിട്ടുണ്ട്, സ്ക്രാച്ച് കാർഡുകൾ കണ്ടിട്ടുണ്ട്. ചില കാർഡുകളൊക്കെ നമ്മൾ ഇപ്പോഴും അത് സ്ക്രാച്ച് ചെയ്യാതെ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അതുപോലെ ദൈവം തന്ന ആ സ്ക്രാച്ച് കാർഡ്, ആ ഒരു ലക്കി കാർഡ്, അതായത് ഒരു ഗോഡ് ഗിഫ്റ്റ് കാർഡ്, ഗോഡ് ഗിവൺ കാർഡ്, അത് നമ്മുടെ ജീവിതത്തെ പ്രയോജനപ്പെടുത്തുവാനിടയാണ്. സമയ ചുരുക്കം കൊണ്ട് ഞാൻ പെട്ടെന്ന് ഒരാശയം കൂടി പറഞ്ഞു നിർത്തുകയാണ്. രണ്ടാമത്, ഈ നൊയമ്പ് നോക്കുമ്പോൾ ഒരു കാര്യം ആലോചിച്ചോണം. നമ്മളൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മളുടെ നാട്ടിൽ പറയും തലവരെ എന്ന് പറയും, അല്ലെങ്കിൽ ഒരു പ്രീഫിക്സ്ഡ് പ്ലാൻ ഓഫ് ഗോഡ്. ഞാൻ ആ ഒരു ടെർമിനോളജി ഉപയോഗിക്കുകയാണ്, പ്രീഫിക്സ്ഡ് പ്ലാൻ ഓഫ് ഗോഡ്. ശരിയാ, നമ്മളുടെ ജീവിതത്തിൽ സന്തോഷം വന്നാൽ ആളുകൾ പറയും അത് അവന്റെ തലവരെയാണ്. ഒരു ദുഃഖം വന്നാൽ പറയോ അവളുടെ തലവരെ അങ്ങനെ ആയിപ്പോയല്ലോ, അല്ലെങ്കിൽ വിധി അങ്ങനെ ആയിപ്പോയല്ലോ എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, 3 നോയമ്പ് നമ്മളെ ഓർപ്പിക്കുന്ന ഒരു വലിയ കാര്യം, 3 നോയമ്പ് മാത്രമല്ല, ദൈവസന്നിധിയിലുള്ള പ്രാർത്ഥനകളും ഉപവാസങ്ങളും നമ്മളെ ഓർപ്പിക്കുന്ന കാര്യം, തലവരെ എന്ന് പറയുന്ന കാര്യത്തെ ഞാൻ അതിനെതിരായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ദൈവത്തിന്റെ മുൻവിധിയെ കുറിച്ച് പറയുന്നില്ല. നിങ്ങൾ ഞാനും കടന്നു പോകുന്ന വഴിത്താരയിൽ നമ്മൾ എങ്ങനെ ആകണം, ഏത് രീതിയിലാകണമെന്ന് ദൈവത്തിന് പദ്ധതിയുണ്ട്. പക്ഷെ അതിനപ്പുറമായൊരു കാര്യം, ഈ യോനായോട് ദൈവം തമ്പുരാൻ പറയുന്നത്, നീ നിനുവായോട് പോയി പറയണം, അവരുടെ പാപം എന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. അതായത് ദൈവം ഉറപ്പിച്ച് തീരുമാനിച്ചു, ഞാൻ അവരെ നശിപ്പിക്കും. അതുകൊണ്ടാ യോന കണ്ടീഷണൽ ക്ലോസ് പറയാതെ 40 ദിവസം കഴിഞ്ഞാൽ ഈ പട്ടണത്തെ നശിപ്പിക്കുമെന്ന് ശക്തമായിട്ട് അവരോട് പറഞ്ഞത്. നമ്മൾ പ്രാർത്ഥനയോടുകൂടി ഓർക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. ആ ഒരു മുൻവിധിയോടുകൂടി വെറുതെ പറയുകയല്ല. പ്രവാചകന്മാരോടും തന്റെ വിശുദ്ധന്മാരോടും തന്റെ സെലസ്റ്റിയൽ ബോഡിയുമായി തമ്പുരാൻ ആലോചിച്ച് ഉറപ്പിച്ച കാര്യമാണ് അവരെ നശിപ്പിക്കണമെന്ന്. അത്രമാത്രം ബലഹീനത അവർക്കുണ്ടായിരുന്നു. എന്നാൽ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ദൈവം അത്രമാത്രം ഉറപ്പിച്ചു പറഞ്ഞ കാര്യം പോലും ദൈവം തമ്പുരാൻ തന്നെ മാറ്റിക്കൊടുക്കുകയാണ്.
അതായത് ദൈവത്തിന്റെ പദ്ധതികൾക്ക് ഒരിക്കൽ പോലും മാറ്റമില്ലാത്തതാണ്. ദൈവത്തിന്റെ കൃപകൾക്ക് ഒരിക്കലും മാറ്റമില്ലാത്തതാണ്. ശിക്ഷാവിധികൾ മാറ്റമില്ലാത്തത്. പക്ഷെ ദൈവത്തിന് ഈ അരകൻ നേച്ചർ ഇല്ല എന്നുള്ളത് ചിന്തിച്ചോണം. നമ്മളൊക്കെ പറയത്തില്ല, നാട്ടിൽ പറയാറുണ്ട്, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ്. നമ്മൾ കടുംപിടുത്തത്തോടെ നിൽക്കും. ഒരു കാരണവശാൽ പോലും നമ്മൾ മാറിപ്പോകത്തില്ല. കൃത്യമായി പിടിച്ചു നിൽക്കും. ഞാൻ പറഞ്ഞതാണ് ശരി. നമ്മൾ എന്തോരം തർക്കങ്ങളിൽ ഇടപെടുന്നത്. കുടുംബാംഗങ്ങൾ തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ, പള്ളിയിൽ വന്നാൽ, സമൂഹത്തിൽ വന്നാൽ അനാവശ്യമായ ഒരുപാട് ഡിസ്കോഴ്സസ് എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു കോൺഫ്ലിക്ട്സ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംഭാഷണങ്ങളാണ് വരുന്നത്. ഇവിടെ ചിന്തിക്കണം, ദൈവം തീരുമാനിച്ച കാര്യം പ്രവാചകൻ അത് ജനത്തോട് പറഞ്ഞപ്പോൾ ജനം രൂപാന്തരപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ആ വിധി ദൈവം മാറ്റിവെച്ചു. ദൈവത്തിന്റെ പ്ലാൻ മാറി. അവരെ നശിപ്പിക്കുന്നില്ല. ഹിസ്കിയ പ്രവാചകനോട് യെശയ്യാവിനെ അയച്ചു പറഞ്ഞു, നിന്റെ ഗൃഹകാര്യമൊക്കെ ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും. ഗൃഹകാര്യം ക്രമത്തിലാക്കാൻ പറഞ്ഞാൽ, അല്ലയോ രാജാവേ, നിന്റെ പിൻഗാമിയെ കുറിച്ച് ചിന്തിക്കണം, സാമ്പത്തിക കാര്യങ്ങൾ ക്രമീകരിക്കണം, മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തണം. ഇന്ന് നമുക്ക് ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരം കിട്ടിയെന്ന് വരത്തില്ല കേട്ടോ. ഉറങ്ങുന്ന സമയത്തായിരിക്കും നമ്മൾ മരണപ്പെട്ടു പോകുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ ഒരു അവസരം കിട്ടിയെന്ന് വരത്തില്ല. നമ്മളുടെ ബർഡനെ കുറിച്ച് പറയാൻ അവസരം കിട്ടിയെന്ന് വരത്തില്ല. ഭാവി പ്ലാനിനെ കുറിച്ച് പറയാൻ അവസരം കിട്ടിയെന്ന് പറയത്തില്ല. ഇന്ന് മനുഷ്യൻ ഇരിക്കുന്നിരിപ്പില്ല ലോകത്തിൽ നിന്ന് പോകുന്നത്. പക്ഷെ ഹിസ്കിയാവിന് ദൈവം ഒരു അവസരം കൊടുത്തു. നീ മരിക്കും, ഗൃഹകാര്യം ക്രമത്തിലാക്കുക. അവൻ ആത്മദമനം ചെയ്തു എന്നാണ് പറയുന്നത്. ആത്മദമനം ചെയ്യുക എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? അതിൽ ഉപവാസമുണ്ട്, പ്രാർത്ഥനയുണ്ട്, നോമ്പനുഷ്ഠാനമുണ്ട്, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ട്. ആത്മദമനം ചെയ്ത് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ 15 വർഷം കൂടി ദൈവം അവന് നീട്ടിക്കൊടുത്തു. പ്രിയമുള്ളവരെ, മരിക്കാൻ ദൈവം തമ്പുരാൻ അവസാനത്തെ പ്ലാൻ എഴുതിയവൻ 15 വർഷം കൂടെ ജീവിക്കുന്നു. ഒന്നൊടുക്കം നശിപ്പിക്കാൻ തീരുമാനിച്ച നിരുവാനഗരിക്ക് ദൈവം തമ്പുരാൻ വീണ്ടും ഒരു സ്റ്റാർട്ടിങ്ങിനുള്ള അവസരം, രൂപാന്തരത്തിനുള്ള അവസരം കൊടുക്കുന്നു. എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഓർത്തോണം പ്രിയമുള്ളവരെ, തലവരെയൊക്കെ ഉണ്ട്. വിധി എന്ന് പറയുന്നതിനെ തള്ളിക്കളയണ്ട. കാലങ്ങളും ദേശങ്ങളും ഒക്കെ ഉണ്ട്, കാലമൊക്കെ ഉണ്ട്, സമയങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ജീവിതത്തിലെ നന്മയുടെയും തിന്മയുടെയും സമയമുണ്ട്. കർത്താവിന്റെ മനുഷ്യാവതാരം, ദ ടൈം ഓഫ് ഇൻകാർണേഷൻ, നമ്മൾ ഓർത്തോണം. അതുപോലും കാലപ്പൂർണ്ണതയില്ല, ഫുൾനെസ് ഓഫ് ടൈമിലാണ്. കർത്താവിന്റെ സമയം എത്തിയപ്പോൾ അവന്റെ മേൽ കൈവച്ചു. അതുകൊണ്ടാണ് വിശുദ്ധ മത്തായി പറയുന്നത്, അവന്റെ കാലം എത്താതിരുന്നത് കൊണ്ട് ആരും അവന്റെ മേൽ കൈവച്ചില്ല. സമയം എത്തിയപ്പോൾ അവന്റെ മേൽ കൈവച്ചു. അതായത് മറ്റുള്ളവർ നമ്മളെ നിന്ദിക്കാനും ദുഷിക്കാനും ഒക്കെ സമയമുണ്ട്. അവന്റെ സമയത്ത് അവൻ ഉത്ഥാനം ചെയ്തു. എന്റെ തമ്പുരാന്റെ സമയത്ത് അവൻ വീണ്ടും വരും. അതുകൊണ്ട് പ്രാർത്ഥനയോടെ ഒരു കാര്യം ഓർത്തോണം, സമയങ്ങളും കാലങ്ങളും ഒക്കെ ഉണ്ട്. ചില പ്രത്യേക സമയത്ത് നമ്മൾ സൂക്ഷ്മതയോടുകൂടി ജീവിക്കണം. നല്ല ട്രാഫിക് ജാം ഉള്ളപ്പോൾ നമ്മൾ എത്രത്തോളം എന്താ പറയുന്നേ, ഒത്തിരി റേസ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഒരു റോഡ് റെഡ്ജിന് വിധേയമായിട്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ വാഹനമൊക്കെ എടുത്തുകൊണ്ട് റോഡിൽ ചെല്ലുമ്പോൾ വല്ലാത്ത ശബ്ദമൊക്കെ കേട്ടുകൊണ്ട് നമ്മളുടെ മനോനില തെറ്റിപ്പോകും, കോപം തോന്നും. വീട്ടിലെ പ്രശ്നങ്ങളെ, ജോലി സ്ഥലത്തെ ബാധ്യതകളെ, ഇതെല്ലാം കൂടെ ഓർത്ത് റോഡിൽ മറ്റുള്ളവരോട് നമുക്ക് തോന്നുന്ന ഒരു മനോഭാവം, അതിനാണ് സൈക്കോളജിസ്റ്റ് റോഡ് റെഡ്ജ് എന്ന് പറയുന്നത്. ഈ റോഡ് റെഡ്ജ് ഒക്കെ വരും. അതൊരു സ്പിരിച്വൽ തലത്തിലുമുണ്ട്. നമുക്കൊരു മാനസികമായ ഒരു നിലവാരം താണുപോകും. ആ സമയത്ത് നമ്മൾ എന്തും വിട്ടു പറയും. മക്കളോട് വേണ്ടാത്തത് പറയും, ഭാര്യയോട് പറയും, ഭർത്താവിനോട് പറയും, ജോലി സ്ഥലത്ത് ഇറിറ്റേഷൻ കാണിക്കും. ഇതൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ ചില സമയത്ത് കാണും കേട്ടോ. പക്ഷെ ഒരു കാര്യം ആലോചിച്ചു കൊള്ളണം, ഈ ഇങ്ങനെയുള്ള സമയത്ത് ആവശ്യമില്ലാതെ വാഹനം റേസ് ചെയ്തിട്ട് കാര്യമില്ലാന്ന് നിങ്ങൾക്കറിയാം, ഫോൺ അടിച്ചിട്ട് കാര്യമില്ല എന്നറിയാം. ആ ഒരു ട്രാഫിക് ജാം മാറണം. ട്രാഫിക് ജാം മാറിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 100, 120, 150 കിലോമീറ്റർ വേഗത്തിൽ, മൈൽ വേഗത്തിൽ ഓടിക്കാനുള്ള നല്ല റോഡ് കിട്ടും, അവസരം കിട്ടും. അതുകൊണ്ട് ഓർത്തുകൊള്ളണം പ്രിയമുള്ളവരെ, എപ്പോഴും എടുത്തുചാട്ടം പാടില്ല. ചില പ്രത്യേക സമയത്ത് നിയന്ത്രണം വേണം. ദൈവം തമ്പുരാൻ എന്റെയും നിങ്ങളുടെയും മുകളിൽ വെച്ചിരിക്കുന്ന വര, അത് ശാപത്തിന്റെ വരയാണെങ്കിൽ, ശിക്ഷയുടെ വരയാണെങ്കിൽ, പ്രതിസന്ധിയുടെ വരയാണെങ്കിൽ, അതിനൊരു മാറ്റം കിട്ടണമെന്നുണ്ടെങ്കിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ദൈവം തമ്പുരാൻ ഒരു കാര്യം ആലോചിച്ചോണം, കണ്ണുനീരൊരു ഒരു പ്രധാനപ്പെട്ട ആയുധമാണ്. മനഃശാസ്ത്രജ്ഞന്മാരും ശാസ്ത്രജ്ഞന്മാരും പറയത്തില്ലയോ, കണ്ണുനീരിൽ ലൈസോസൈം എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉണ്ട്. ഈ ലൈസോസൈം എന്ന് വെച്ചാൽ ഒരു അണുനാശിനിയാണ്. എന്ന് വെച്ചാല് കണ്ണിന് ശക്തി തരുന്നതാ, കണ്ണിനെ തെളിയിപ്പിക്കുന്നതാ. നമ്മൾ ആവശ്യമില്ലാതെ നമ്മുടെ നിരാശയോർത്ത് കരയുന്നതിന് പകരം പശ്ചാത്താപത്തോടെ കരയുകയാണെങ്കിൽ ആ ലൈസോസൈമിന്റെ പ്രൊഡക്ഷൻ അത് കൂടും. ആയതുപോലെ ഈ നൊയമ്പിന്റെ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ കൂടുതൽ പ്രാർത്ഥിക്കാൻ ഇടയാകണം, കണ്ണുനീരൊഴുക്കാൻ ഇടയാകണം. ദൈവം തന്നില്ല എന്നോർത്തോ, ആരെങ്കിലും നിന്ദിക്കുന്ന ഓർത്തോ അതിന്റെ കണ്ണുനീരല്ല, എൻ്റെ ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് ഓർത്ത് കരയണം.
കരുതലിനെ കുറിച്ച് ഓർത്ത് കരയണം. എന്റെ ദൈവമേ, ഇത്ര ബലഹീനത ഉണ്ടായിട്ടും നീ അതിശയമായിട്ട് നടത്തിയല്ലോ. ജീവിച്ചിരിക്കുന്നവരുടെ ലോകത്ത് ജീവിക്കുവാൻ ഇടയായല്ലോ. അതുകൊണ്ട് തന്നെ ആ പാട്ടുകാരൻ പാടിയത്, എന്നേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാം. അതെ പ്രിയമുള്ളവരെ, നിങ്ങൾ ഞാനും ഈ ലോകത്തിൽ ജീവിക്കുന്നത് നമ്മളുടെ മിടുക്കുകൊണ്ടോ കഴിവുകൊണ്ടോ ഒന്നുമല്ല. ഒറ്റ കാരണമേ ഉള്ളൂ, എൻ്റെ കർത്താവ് ഇന്നും ജീവിക്കുന്നുണ്ട്. ആ കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കി പ്രത്യാശയുടെ അനുഭവം ഉണ്ടാകുവാൻ സാധിക്കണം. എൻ്റെ കർത്താവ് ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾ വൈകുന്നേരത്ത് ഉറങ്ങാൻ പോകുകയാണ്. ശാന്തമായിട്ട് ഉറങ്ങാൻ തമ്പുരാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടെ ഉറങ്ങാൻ, പ്രത്യേകിച്ച് 3 നോയമ്പിന്റെ സാഹചര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ കൃത്യമായിട്ട് അത് പാലിക്കണം. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വേണ്ടി എന്ന് തോന്നിയില്ലെങ്കിലും നമ്മളുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ നോയമ്പ് ദിവസങ്ങളിൽ നിങ്ങൾ കണ്ണുനീരോട് പ്രാർത്ഥനയോട് കൂടി ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. കൃത്യമായ രീതിയിൽ നോയമ്പെടുത്തേ. ഉപേക്ഷിക്കേണ്ട ഭക്ഷണങ്ങളൊക്കെ ഉപേക്ഷിക്കണം. അതിന്റെ രീതിയിൽ ചില നിഷ്ഠകളോടെയുള്ള അനുഭവങ്ങൾ തുടരണം. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ അറിയാത്ത അത്ഭുതം അനുഭവം, ഒരു രൂപാന്തരത്തിന്റെ അനുഭവം ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് തരും. തീർച്ചയായിട്ടും ഈ നൊയമ്പിന്റെ അനുഭവം അതിനുള്ള സാഹചര്യമായി ദൈവം വേർതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.